അഷ്കർ അലി കരിമീണ്ട് വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ ചിലർക്ക് വരാൻ പറ്റിയിട്ടില്ല, അവരെ കൂടി ചേർത്തുകൊണ്ട് മറ്റൊരു ദിവസം യോഗം ചേരും എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് ഭാഗത്തു നിന്നും 10 പേർ വീതമായിരുന്നല്ലോ ചർച്ച ആലോചിച്ചിരുന്നത്. ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്നും ആരും തന്നെ വന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, സമസ്തയിലെ വിഭാഗീയതയിൽ പരിഹാരം കാണാൻ വേണ്ടി നടത്തിയ സമവായ ചർച്ച, ആ ചർച്ചയിൽ പോലും സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നിലവിലെ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് അത്തരത്തിൽ വിമത വിഭാഗമെന്നോ ഔദ്യോഗിക വിഭാഗമോ ഒന്നുമില്ല. ഭിന്നാഭിപ്രായങ്ങളും അതുപോലെ തന്നെ അസ്വാരസ്യങ്ങളൊക്കെ ഒരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് അതിനൊക്കെ ആ രീതിയിൽ കണ്ടാൽ മതി, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾ പറഞ്ഞു വെക്കുമ്പോൾ പോലും നിലവിലെ വിഭാഗീയതയിൽ ഒരു ശക്തമായ ഒരു പരിഹാരം കാണാൻ, ഇല്ലെങ്കിൽ ഒരു കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കാൻ നേതൃത്വത്തിൽ ഇപ്പോൾ നിലവിൽ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നിലവിൽ ഈ ചർച്ച ഇനി വീണ്ടും തുടരും. സമസ്തയുടെ മുഷാവറ യോഗത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള സമവായ ചർച്ചകൾ തുടരും. രണ്ട് പക്ഷത്തെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ പറയുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ ഈ ചർച്ചയിലൂടെ, സമവായ ചർച്ചയിലൂടെ നേതൃത്വം ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം കാണാൻ ഇന്നത്തെ ചർച്ചയ്ക്ക് സാധിച്ചിട്ടില്ല. അതിന് ഇനിയും കൂടുതൽ ചർച്ചകൾ വേണ്ടിവരും. മാത്രമല്ല, പങ്കെടുത്ത വിഭാഗം അഥവാ ലീഗ് നേതൃത്വത്തോടെ അടഞ്ഞു നിൽക്കുന്ന സമസ്ത വിഭാഗത്തെ അവർക്കെതിരെ നടപടി ഉണ്ടായില്ല. മാത്രമല്ല, അവർ വരാനുള്ള അസൗകര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ജിഫ്രി തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. സ്മൃതി. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.